തോട്ടപ്പള്ളി ഹാർബറിൽ നിന്ന് മണൽ നീക്കമെന്ന പേരിൽ IREL നടത്തിയ ഖനനത്തിലും ലാഭം കൊയ്തത് ശശിധരൻ കർത്തയുടെ CMRL ആണ്. ഖനനം വർഷങ്ങളോളം തുടർന്നതോടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് ഇഷ്ടം പോലെ ഇൽമിനേറ്റ് വൻ ലാഭത്തിൽ CMRLന് കിട്ടി. 2.5 ലക്ഷത്തിനും 4 ലക്ഷത്തിനും വാങ്ങിയ ഇൽമിനേറ്റ് സിന്തറ്റിക് ജൂട്ടയിൽ ഉണ്ടാക്കി 5ഉം 10ഉം മടങ്ങ് വിലയ്ക്കാണ് കേരള പൊതുമേഖലാ സ്ഥാപനമായ KMMLന് വിറ്റത്. തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. റിപ്പോർട്ടർ SIT അന്വേഷണ പരമ്പര തുടരുന്നു. തോട്ടപ്പള്ളി സ്പിൽവേയുടെ താഴെ പൊഴിമുഖത്ത് ഇപ്പോൾ നടക്കുന്ന മണലെടുപ്പിന് മുമ്പ് അതിന് തൊട്ടപ്പുറം തോട്ടപ്പള്ളി ഹാർബറിലായിരുന്നു മണൽവാരൽ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL വർഷങ്ങളോളം മണൽ വാരിയപ്പോൾ അവിടെയും ലാഭം കൊയ്തത് ശശിധരൻ കർത്തയുടെ CMRLായിരുന്നു. അത് തെളിയിക്കുന്ന രേഖകളാണ് റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തോട്ടപ്പള്ളി ഹാർബറിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL ഖനനം നടത്തിയിരുന്നു. തോട്ടപ്പള്ളി സ്പിൽവേക്ക് താഴെ ഇഷ്ടം പോലെ കരിമണൽ കിട്ടിത്തുടങ്ങിയതോടെയാണ് ഹാർബറിലെ ഖനനം നിർത്തിയത്. പൊഴിമുഖത്തെ മണൽവാരിൽ CMRLന് കോടികൾ ലാഭം കിട്ടിയതുപോലെ തന്നെയാണ് ഹാർബറിലെ മണൽവാരലിലും ശശിധരൻ കർത്തയുടെ കമ്പനിക്ക്. IREL കുഴിച്ചെടുക്കുന്ന കരിമണലിൽ നിന്ന് ഇൽമിനേറ്റ് വേർതിരിച്ച് CMRLന് വിൽക്കും. ജപ്പാനിൽ നിന്ന് ഒരു ലോഡ് വരുമ്പോൾ ഇതുപോലെ 4,37,000 രൂപയായിരുന്നു ഇൽമിനേറ്റിന്. ചവറയിൽ നിന്ന് കിട്ടിത്തുടങ്ങിയതോടെ ഒരു ലോഡിന് 2.5 ലക്ഷം മതി. ഒരു ലോഡിൽ മാത്രം 2 ലക്ഷം രൂപയുടെ ലാഭം. ഇങ്ങനെ 100 കണക്കിന് ലോഡ് ഇൽമിനേറ്റാണ് കർത്തയുടെ കമ്പനിക്ക് കിട്ടിയത്. 2018 ഓഗസ്റ്റ് 27 മുതൽ കേരള പൊതുമേഖലാ സ്ഥാപനമായ KMML കർത്തയുടെ കമ്പനിയിൽ നിന്ന് ഇഷ്ടം പോലെ സിന്തറ്റിക് റൂട്ടയിൽ വാങ്ങി തുടങ്ങി. 2019 മാർച്ച് വരെ മാത്രം 212 ലോഡ് സിന്തറ്റിക് റൂട്ടയിലാണ് KMML വാങ്ങിയത്. 2.5 ലക്ഷത്തിന് ഒരു ലോഡ് ഇൽമിനേറ്റ് IREL നിന്ന് കിട്ടിയ CMRL അത് സിന്തറ്റിക് റൂട്ടയിലാക്കി KMMLന് വിൽക്കുമ്പോഴുള്ള വില നോക്കുക. ലോഡ് ഒന്നിന് 15 ലക്ഷം രൂപ മുതൽ 27 ലക്ഷം രൂപ വരെ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നെടുത്ത് റൂട്ടയിലാക്കി കേരള പൊതുമേഖലാ സ്ഥാപനത്തിന് തന്നെ 5ഉം 10ഉം മടങ്ങ് വിലയ്ക്ക് ശശിധരൻ കർത്ത വിൽക്കുന്നു. തോട്ടപ്പള്ളി ഹാർബറിലായാലും തോട്ടപ്പള്ളി പൊഴിമുഖത്തായാലും കരിമണൽ ഖനനം എവിടെ നടന്നാലും അതിൻ്റെ ലാഭം CMRLനും ശശിധരൻ കർത്തയ്ക്കുമാണ്. എന്തു വന്നാലും മണൽവാരൽ തുടരും എന്ന് സർക്കാർ പറയുന്നതും ഇതുകൊണ്ടാണോ? റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ. TV പ്രസാദ്, എങ്ങനെയാണ് CMRL ലാഭമുണ്ടാക്കുന്നത് എന്നതിൻ്റെ ഒരു ചിത്രം കൂടിയാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് മണലെടുത്ത് മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഒരു ഉൽപ്പന്നം അവരുടേതായിട്ടുള്ള സംവിധാനത്തിലൂടെ നൽകുന്നു. ഇൽമിനേറ്റിൽ നിന്ന് സിന്തറ്റിക് റൂട്ടയിൽ ഉണ്ടാക്കി KMMLന് നൽകുന്നു. ഇതുവഴി ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് കോടികളുടെ ലാഭമുണ്ടാകുന്നു. പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യാനാണെങ്കിൽ ലാഭമുണ്ടാവില്ല. ആ ഘട്ടത്തിലാണ് ഈ പൊതുമേഖലാ സ്ഥാപനമായ IREL നിന്ന് മണൽ വാങ്ങി വലിയ രീതിയിൽ CMRL ലാഭമുണ്ടാക്കുന്നത്. 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കിടയിൽ നടക്കുന്ന വ്യാപാരത്തെ CMRL ഏകോപിപ്പിച്ച് വലിയ ലാഭം നേടുന്നു. അതല്ലേ സത്യം? അതുതന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുൺ. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് CMRLന്റെ വ്യവസായ വളർച്ചയ്ക്ക് വേണ്ടി പരോക്ഷമായി സഹായിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ തോട്ടപ്പള്ളിയിൽ കാണുന്നത്. 135 കോടി രൂപ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കുമൊക്കെ നൽകാൻ കാരണങ്ങളിൽ ഒന്നായി ശശിധരൻ കർത്ത ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ പറഞ്ഞതും അതുതന്നെയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ആവശ്യാനുസരണം ഇൽമിനേറ്റ് കിട്ടുന്നതിന് വേണ്ടി എന്നുള്ളത്. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്ന മണൽവാരുകളിലെല്ലാം നേട്ടമുണ്ടാകുന്നത് CMRLനാണ് എന്നതിൻ്റെ തെളിവാണ് വീണ്ടും നമ്മൾ പുറത്തേക്ക് വിടുന്നത്. നേരത്തെ നമ്മൾ തോട്ടപ്പള്ളി പൊഴിമുഖത്തെ പ്രളയജലം ഒഴുകിപ്പോകാനെന്ന പേരിലുള്ള മണൽവാരലിന്റെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തോട്ടപ്പള്ളിയിൽ ഒരു ഹാർബറുണ്ട്. ആ ഹാർബറിൽ മണലടിഞ്ഞു വരുന്ന, അതായത് അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന് നേരത്തെ പലതവണ റിപ്പോർട്ടുകളെല്ലാം ഉണ്ടായതാണ്. അവിടെ മണലടിയുന്നു എന്ന പേരിലാണ് അവിടെ മണൽ വാരാനുള്ള തീരുമാനമുണ്ടാകുന്നതും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IRELനെ ഖനനത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നതും. ഏതാണ്ട് 2013 തുടങ്ങിയ ഖനനം വർഷങ്ങളോളം തുടർന്ന് ഏറ്റവും ഒടുവിൽ തോട്ടപ്പള്ളി പൊഴിയിലെ പ്രളയജലം ഒഴുക്കാൻ എന്ന പേരിൽ മണൽവാരൽ തുടങ്ങിയതിന് ശേഷമാണ് തോട്ടപ്പള്ളി ഹാർബറിന് മുന്നിലെ മണൽ ഖനനം അവസാനിപ്പിക്കുന്നത്. അതായത്
തോട്ടപ്പള്ളി ഹാർബറിൽ നിന്ന് കൊണ്ടുപോകുന്ന മണൽ IREL ഇൽമിനേറ്റ് ആക്കി ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് കൊടുക്കുകയാണ്. അതിലുമുണ്ട് കർത്തയുടെ കമ്പനിക്ക് ലാഭം. നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചു. ഇ-വേ ബില്ല് പ്രകാരം ജപ്പാനിൽ നിന്ന് ഒരു ലോഡ് ഇൽമിനേറ്റിന് സമാനമായ ധാതു ഇറക്കുമതി ചെയ്യണമെങ്കിൽ 4,37,000 രൂപ കൊടുക്കണം എന്ന സ്ഥലത്താണ് IREൽ നിന്ന് വെറും 2.5 ലക്ഷം രൂപയ്ക്ക് ഒരു ലോഡ്, അതായത് 10 ടണ്ണിന്റെ ലോഡ് കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന സമയത്ത് ഒരു ലോഡിൽ മാത്രം 2 ലക്ഷത്തിലധികം രൂപയുടെ ലാഭം ഉണ്ടാവുകയാണ്. മാത്രമല്ല അരുൺ, ഈ 2.5 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന സാധനം KMML ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് 15 ലക്ഷം മുതൽ 27 ലക്ഷം വരെ രൂപയ്ക്ക് സിന്തറ്റിക് റൂട്ടയിലാക്കി വിൽക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഈ മണൽ ഖനനം കൊണ്ട് വലിയ നേട്ടമുണ്ടാകുന്നത് CMRLനും. വളരെ വ്യക്തമാണ്. രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കിടയിൽ CMRL എങ്ങനെയാണ് ലാഭമുണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടാണ് CMRL രാഷ്ട്രീയ നേതാക്കൾക്ക് പണം വാരിക്കോരി നൽകിയിരിക്കുന്നത് എന്നതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആക്ഷേപം. അതിന്മേലാണ് IT-യുടെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ട് വന്നതും അതിൽ CMRLന്റെ മൊഴി രേഖപ്പെടുത്തിയതും അതിനെ തുടർന്ന് നമ്മളടക്കം അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നതും.